സ്ഥലത്താണ് ഇന്ന് നമ്മൾ ബ്ലാക്ക് എഞ്ചിൻ യൂസ് ഈ വണ്ടിയിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ JCBs ഒക്കെ ഇപ്പോൾ ബ്ലാക്ക് എഞ്ചിനാണ് വരുന്നത്, ബ്ലാക്ക് കളറാണ് വരുന്നത്. അപ്പോൾ കുറച്ചൊരു കഴിഞ്ഞാൽ അതൊന്ന് നിരച്ച് ഒരു വൃത്തി എത്ര തന്നെ വാഷ് ചെയ്ത് പോളിഷ് എടുത്താൽ എഞ്ചിൻ്റെ ഭാഗം ബ്ലാക്ക് ആയിട്ട് കിടക്കും, നിരച്ച് കിടക്കും. അപ്പോൾ അതിന് കുറച്ച് പൈസ കൊടുത്ത് മുടക്കുന്ന ആളുകൾക്ക് അതിന് ക്ലീനർ സാധനം ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് വെറും 20 രൂപ മുടക്കിക്കൊണ്ട് അത് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നോക്കട്ടെ, ഇത് ഈ ഒരു സംഗതി ഇതാണല്ലേ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് തന്നെ ക്ലീൻ ചെയ്താൽ എന്ത് തന്നെ പോളിഷ് ചെയ്ത് ബഫ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. ഞാൻ പെപ്സി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണിത്. ഒരു ചെറിയൊരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക, ശരിക്ക് വാട്ടർ സർവീസ് ചെയ്ത് തുടച്ച് കഴുകിയതിന് ശേഷം, തുടച്ച് ശരിക്ക് ഗ്രീസ് ഓയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പെപ്സി ഉപയോഗിച്ച് തുടച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളറിൽ ആ നിറച്ച കളർ അങ്ങ് പോയി വൃത്തിയിൽ അത്യാവശ്യം നല്ല നേരത്തെ വൃത്തിയിൽ കിട്ടും. 20 രൂപ മുടക്കിയാൽ മാത്രം മതി. അതിന് വലിയ പൈസ മുടക്കി സാധനം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പൈസ മുടക്കി വാങ്ങിക്കുന്ന ആൾ വാങ്ങിക്കുമ്പോൾ അതല്ല വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ ഇത് സക്സസ് ആണ്, ഈ ഒരു പ്രോഡക്റ്റ് സക്സസ് ആണ് എന്നുള്ളത് കാണിച്ചു തരണം. ഓക്കെ, മാത്രമല്ല ഈ സാറ്റ് ബോട്ടിൽ ഉപയോഗിച്ച ടയർ പോളിഷ് ചെയ്യാൻ, ടയറിന്റെ കഴുകി തുടച്ചതിന് ശേഷം ടയറിന്റെ ചുറ്റും ഇതൊന്നും തുടച്ചെടുത്താൽ ടയർ ബ്ലാക്ക് കളർ നിൽക്കുകയും ചെയ്യും. ഈ 20 രൂപ മുടക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടോ. നമ്മൾ വേറെ ദോഷങ്ങളൊന്നുമില്ല, ഒന്ന് ക്ലീൻ ആയി കിട്ടും എന്നുള്ളൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.